മുഹമ്മദ് അസ്ലം കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അസ്ലം, ഇതിനു മുൻപ് ഒരു പക്ഷേ നൂറുകണക്കിന് രാഷ്ട്രീയ നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ അസ്ലം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും, നേരിട്ട് കണ്ടിട്ടുണ്ടാവും. സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ വലിയ ആരോപണങ്ങൾ വരും, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവർ വാർത്താ സമ്മേളനം നടത്താറുണ്ട്. പക്ഷേ ഇത്രയും നിസ്സഹായമായി നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന് ഇതിനു മുൻപ് ഇങ്ങനെയൊരു ഗതി ഉണ്ടായിട്ടുണ്ടോ? BJP വലിയ പ്രതീക്ഷയോട് കാണുന്ന, അല്ലെങ്കിൽ വിജയിക്കുമെന്ന രീതിയിൽ അവരുടെ കഴിഞ്ഞ തവണ പാലക്കാട് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ പോലും ശോഭയെ പിന്തുണയ്ക്കുന്ന ആൾക്കാരും പറഞ്ഞ കാര്യം, ശോഭാ സുരേന്ദ്രൻ പറയുകയാണെങ്കിൽ പാലക്കാട് വിജയിക്കും എന്ന് പറഞ്ഞ അത്രയും ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ടാക്കിയ ശേഷമാണ് ഇത്തവണ സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ദേശീയ ഭാരവാഹി എന്ന നിലയിൽ അവർ വരുന്നത്. ആ അർത്ഥത്തിൽ വിജയിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയതായി അവർ പറയുന്നു. പ്രധാനമന്ത്രി വരെ കൊണ്ടുവന്ന് വലിയ തോതിലുള്ള പ്രചരണം നടത്തുന്നു. അതിനിടയ്ക്ക് അതിൻ്റെ ഇനി ഏതെങ്കിലും ഒരു വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കയ്യോടെ പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ, കയ്യോടെ പിടികൂടുന്ന ഒരു ദൃശ്യങ്ങൾക്ക് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, അതെങ്ങനെ വിശദീകരിക്കണമെന്നറിയാതെ കുഴഞ്ഞു പോകുന്ന ഒരു നേതാവിനെ നമ്മൾ കാണാൻ കഴിയുന്ന. പ്രധാനമായിട്ട് പറയാൻ ശ്രമിച്ചത്, ഒന്ന്, ആ പണം നൽകിയെന്ന് പറയുന്ന അവർ ഞങ്ങളെ കൂടെ വന്നതല്ല, ഞങ്ങളുടെ വണ്ടിയിൽ വന്നതല്ല എന്ന് വരാൻ ശ്രമിക്കുന്നു. അതേസമയം തന്നെ മാധ്യമപ്രവർത്തകർ കൃത്യമായി തന്നെ ചോദിക്കുന്നു, ആ സ്ത്രീ അതിൽ ഉണ്ടായിരുന്നതാണ്, കാരണം കാറിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി അതിലുണ്ട്. നമുക്കൊരു പക്ഷേ ആ വിഷയം കാണാൻ പറ്റും, കാരണം ശോഭ ഇരുന്ന കാറിൻ്റെ പിറകിൽ തന്നെ അവർ ഇറങ്ങുന്നതിൻ്റെതായ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കൃത്യമായി തന്നെ ആ വാഹനത്തിലുണ്ടായിരുന്ന ഒന്ന് വരുന്നു. രണ്ട്, പ്രശാന്ത് ശിവൻ പറയാൻ ശ്രമിച്ചത് കയ്യിലെന്തോ നൽകുന്നതായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, പണമായിട്ട് കാണുന്നില്ല എന്നുള്ളതാണ്. അതും മാധ്യമപ്രവർത്തകർ അപ്പോൾ തന്നെ കാണിച്ചിട്ട് പണത്തിൻ്റെ 500-ൻ്റെ 10 നോട്ടുകൾ ഉള്ള ആ 5000-ൻ്റെ ദൃശ്യങ്ങൾ കൂടി കാണിച്ചുകൊണ്ട് കൃത്യമായി പറയുന്നു. അതിനപ്പുറത്തേക്ക് ഇതൊരു ആസൂത്രിതമാണ്. സാജിദിനെ, പാലക്കാട് നമ്മുടെ റിപ്പോർട്ടറായ സാജിദിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഗൂഢാലോചന ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്തുകൊണ്ട് മീഡിയ വൺ റിപ്പോർട്ടർക്ക് മാത്രം ആദ്യം ആ ദൃശ്യങ്ങൾ കിട്ടിയെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിൽ പിന്നെ ഒരു ഗൂഢാലോചന ആലോചിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ അത് അയാളുടെ മിടുക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്നു. ആ അർത്ഥത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വാദഗതികൾ ഇതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതൊരിക്കലും നിൽക്കുന്നില്ല. ഏറ്റവും അവസാനം എതിർ സ്ഥാനാർത്ഥിക്കെതിരെ ഒരു ലൈംഗികാരോപണം ഉന്നയിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴും അതുപോലും എന്തുകൊണ്ട് അത്തരം ആരോപണം ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചിരുന്നു, പോലീസിന് മുന്നിൽ കൊടുത്തില്ല എന്ന ചോദ്യത്തിന് മുന്നിൽ ഒരു കാര്യവും മറുപടി പറയാൻ കഴിയാതെ ഏറ്റവും അവസാനം സാജിദിനെ കേസിൽ കൊടുക്കുമെന്ന് ശരിക്കും ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന BJP നേതാവ് പിന്നെ പറയേണ്ടി വന്നു, അല്ലെങ്കിൽ പ്രതിരോധത്തിന് വേണ്ടി അത്തരം ഒരു ആയുധം കൂടി എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. കാരണം ഈ മെയ് 10 കഴിഞ്ഞാലും ഞാനിവിടെ ഉണ്ടാവും, ഈ പാലക്കാട് റിപ്പോർട്ടറും മീഡിയ വൺ റിപ്പോർട്ടറും ഇവിടെ ഉണ്ടാവും, അവർക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നു, സാജിദിന്റെ കേസെടുക്കും അല്ലെങ്കിൽ കേസിൽ കൊടുക്കും എന്നൊക്കെ പറയുന്ന പച്ചയ്ക്കുള്ള ഭീഷണിപ്പെടുത്തൽ വരെ ഉണ്ടായി. എന്തായാലും മീഡിയ വണ്ണിനെ സംബന്ധിച്ചോളം അത് അഭിമാനകരമായ നിമിഷമാണ്. ഇത്രയും വലിയ പച്ചയ്ക്ക് പണം കൊടുത്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്ന ജനാധിപത്യത്തിന്റെ ആഘോഷമായ, വിശ്വാസികളുടെ ആഘോഷമായ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ആദ്യം കൊടുക്കാൻ കഴിഞ്ഞതിൽ മീഡിയ വണ്ണും സാജിദ് അജ്മൽ എന്ന് പറയുന്ന പാലക്കാട് റിപ്പോർട്ടറും അഭിമാനിക്കാൻ, ഞങ്ങളുടെ ടീം അംഗമായി എന്നതിൽ ഞങ്ങൾക്ക് എന്തായാലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. അതുകൊണ്ട് തന്നെ എത്ര തരത്തിലുള്ള ഭീഷണിയാണെങ്കിൽ പോലും അത് കൃത്യമായി തന്നെ നിയമപരമായി നേരിടാൻ തീർച്ചയായും മീഡിയ വൺ ഒപ്പം ഉണ്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വാദഗതികളിൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ഇടയ്ക്ക് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ ചില വാദഗതികൾ ഉന്നയിക്കാൻ ശ്രമിക്കുന്നു, അപ്പോഴും അത് മറികടക്കാൻ ശ്രമിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് സാജിദിനെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നു, അതും വിലപ്പോകുന്നില്ല. പാലക്കാട് മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചോളം വളരെ കൃത്യമായി തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓരോ വാദഗതിയെയും, അത് 1-2 പേര് മാത്രമല്ല, ഏറെക്കുറെ എല്ലാ പേരും കൃത്യമായി തന്നെ അറ്റാക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഒരു പണം കൊടുത്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആ വീഡിയോ അത് ഉയർത്തുന്ന വാർത്ത അത് വസ്തുതാപരമാണെന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കെ അതിൽ കൃത്യമായിട്ട് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് BJP നേതാവിനെ വാർത്താ സമ്മേളനത്തിലെ അവരുടെ വാദങ്ങളെ കൃത്യമായി പൊളിച്ചെടുക്കുന്ന ഇതാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും BJP നേതാവിനെ വെറുതെ തള്ളിക്കളയാം എന്നതിനപ്പുറത്തേക്ക് വസ്തുതാപരമായിട്ട് ഈ സംഭവത്തെ, ഈ ഒരു വോട്ടിന് പണം നൽകുന്ന ഈ സംഭവത്തെ നിഷേധിക്കാൻ കഴിയില്ല. അത് പാലക്കാട് മാത്രമല്ല, കേരളത്തിലുടനീളം BJP സ്ഥാനാർത്ഥികളെ, അവരുടെ സാധ്യതകളെ തല്ലി തകർക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല. കാരണം ഏറ്റവും കൂടുതൽ ഇവിടെ പണം ഒഴുക്കുന്നത് BJP ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ഒരു വിജയ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഏറ്റവും കൂടുതൽ ഹോർഡിങ്സ് ഉള്ളതും, ഏറ്റവും കൂടുതൽ പ്രചരണ വാഹനങ്ങളുള്ളതും, ഏറ്റവും കൂടുതൽ ആളുകൾ പണക്കൊഴുപ്പോടു കൂടി പ്രചരണം നടത്തുന്നതും BJP ആണ്. പക്ഷേ അതൊന്നും ഏതെങ്കിലും തരത്തിൽ ഇത് തെരഞ്ഞെടുപ്പ് കണ്ടുപിടിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ണുകളിലൊന്നും അത് വരുന്നില്ല. നമുക്കും ഏതെങ്കിലും അർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനും പരിമിതിയുണ്ട്, കാരണം കൃത്യമായ തെളിവുകളില്ലാതെ അത്തരം റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. പാലക്കാട് തന്നെ സാധ്യത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ പണം ഒഴുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം തന്നെ ഒരു തെളിവുകളും മുന്നിലില്ല. അതേസമയം ഇത് കണ്ണാടി പഞ്ചായത്തിൽ അവിടെ എത്തിയ പൊതുപ്രവർത്തകർ, മുൻ വാർഡ് മെമ്പർ അടക്കമുള്ള പൊതുപ്രവർത്തകർക്കാണ് ഈ സംഭവം അവർ പോകുന്ന വഴിക്കാണ് ഇത് കാണാൻ കഴിയുന്നത്. ഉടൻ തന്നെ അവർ
ദൃശ്യങ്ങൾ എടുക്കുന്നു. ഒന്ന് ആ ഒരു സ്ത്രീ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം അവരവിടെ പോയി അത് പണമാണെന്നുള്ള വീഡിയോ എടുക്കുന്നു. തിരിച്ച് ശോഭാ സുരേന്ദ്രൻ്റെ വാഹനത്തിലേക്ക് വന്നുകൊണ്ട് നിങ്ങൾ ചെയ്ത് ശരിയായില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് അവരുടെ കൂടി സാന്നിധ്യം ഉറപ്പുവരുന്ന രീതിയിലുള്ള കൃത്യമായ ദൃശ്യങ്ങൾ, അതായത് അത് പിന്നെ അങ്ങനെ വളരെ പെട്ടെന്ന് ലഭിക്കുന്നില്ല. അതേസമയം തന്നെ ലഭിക്കുന്നു മാത്രമല്ല അവരത് പ്രകോപിതരാകുന്നു, ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ചിത്രങ്ങൾ, സ്വകാര്യ ചിത്രങ്ങൾ എടുക്കാൻ ശ്രമിച്ചെന്ന പേരിൽ അതിനെ ആ ഒരു യുവാവിനോട് കയർക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം തന്നെ വീഡിയോയിൽ ദൃശ്യങ്ങളായതുകൊണ്ട് തന്നെ കേരളത്തിലെ മലയാളികൾക്കെല്ലാം ദേശീയ തലത്തിൽ തന്നെ വലിയ ചർച്ചയായി ഈ വാർത്തയെ മാറുകയാണ്. ആ സംഭവത്തെ, വോട്ടിന് പണം നൽകിയ ആ സംഭവത്തെ അതിനെ മറികടക്കാൻ വേണ്ടി മീഡിയ വൺ റിപ്പോർട്ടറുടെ പേരിൽ സാജിദ് തലയിൽ എന്തെങ്കിലും ഗൂഢാലോചന ആലോചിക്കാനുള്ള ചില ശ്രമങ്ങൾ, വിഫലമായ ശ്രമങ്ങൾ നടത്തുന്ന ശോഭാ സുരേന്ദ്രനെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഏതെങ്കിലും ഒരു വാദഗതി കൊണ്ട് അതിനെ തള്ളി നീക്കാൻ അല്ലെങ്കിൽ ഈ സംഭവത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും ഇനി രണ്ട് കാര്യങ്ങൾ തന്നെ. ഒന്ന്, ജനങ്ങൾക്ക് മുമ്പിൽ ഇത് വരുന്നുണ്ട്. അത് കോൺഗ്രസ് ആണെങ്കിലും LDF ആണെങ്കിലും മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ BJP കണ്ടു, BJP പണം കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിക്കുന്നത് കണ്ടു, നിങ്ങളത് പ്രതികരിക്കുക എന്ന രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ കൃത്യമായി തന്നെ പണം കൊണ്ട് വോട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ കൃത്യമായ ലംഘനം ഉണ്ടായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളടക്കം വിഷ്വലായിട്ടുള്ള എവിഡൻസ് അടക്കം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നിലേക്ക് വരുന്നു. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് നടപടി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരോ താഴെത്തട്ടിലെ പ്രവർത്തകരോ മാത്രമല്ല സ്ഥാനാർത്ഥി അടങ്ങുന്ന ഒരു സംഘമാണ് ഇത്തരം ഒരു കാര്യം ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായി തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങൾ കൂടി വന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി എന്തായിരിക്കും എന്നതും വളരെ പ്രസക്തമാണ്.